ആർഎസ്എസുകാരായ പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസ് അട്ടിമറിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കാസർകോട്ടെത്തിയ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ കൊന്ന് കെട്ടിത്തൂക്കിയ ഡിവൈഎഫ്ഐക്കാരനെ രക്ഷിക്കാൻ നടത്തിയ അതേ ഗൂഢാലോചനയാണ് റിയാസ് മൗലവി കേസിലും നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ആർഎസ്എസുകാരായ പ്രതികളെ രക്ഷിക്കാനായി റിയാസ് മൗലവി കേസ് സർക്കാർ അട്ടിമറിച്ചുവെന്നും ആരോപിച്ച പ്രതിപക്ഷ നേതാവ് ആർഎസ്എസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളുടെ ഭാഗമായാണോ പ്രതികളെ രക്ഷിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. കാസർകോട്ടെത്തിയ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. എന്നാൽ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമായിട്ടുള്ള അന്വേഷണമാണ് നടന്നതെന്നാണ്. ആവശ്യമായിട്ടുള്ളൊരു അന്വേഷണം നടന്നില്ല. ഇവർ ആർഎസ്എസുകാരാണെന്ന് തെളിയിക്കാൻ 6 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ ഒരു സാക്ഷിയെ മാത്രമേ വിസ്തരിച്ചുള്ളൂ. ബാക്കി 5 സാക്ഷികളെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നത് ദുരൂഹമാണ് എന്നതാണ് ജഡ്ജ്മെന്റ് പറയുന്നത്. അപ്പോൾ ഇവർക്കൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു, അവർക്കൊരു ശത്രുതയുണ്ടായിരുന്നു, മതപരമായൊരു വിദ്വേഷം ഉണ്ടായിരുന്നു. ആ വിദ്വേഷത്തിൽ നിന്നാണ് നിരപരാധിയായ ഒരാളെ കൊല്ലാൻ ഇവർ തയ്യാറായത് എന്ന് തെളിയിക്കാനും ഇവരുടെ ആർഎസ്എസ് പശ്ചാത്തലം തെളിയിക്കാൻ സാക്ഷികളുണ്ടായിട്ട് പോലും മനഃപൂർവ്വം ആ സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നതാണ്. NDAയിലെ ഘടകകക്ഷി കേരളത്തിലെ LDFന്റെ ഘടകകക്ഷിയാണ്. അവരൊരു പാർട്ടി ബന്ധവും വിച്ഛേദിച്ചിട്ടില്ല. ഭരണ നേതൃത്വത്തിന്റെ അറിവോടെ റിയാസ് മൗലവി വധക്കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഗുരുതര വീഴ്ച വരുത്തിയെന്നും സംഘർഷത്തിലൊന്നും ഉൾപ്പെടാത്ത ആളെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുകയെന്നത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ചുമതലയാണെന്നും ഓർമ്മപ്പെടുത്തിയ വി.ഡി. സതീശൻ നിലവാരമില്ലാത്തതും ഏകപക്ഷീയമായതുമായ അന്വേഷണമാണ് നടന്നതെന്നാണ് വിധിയിൽ പറയുന്നതെന്നതും ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ആർഎസ്എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലെ തീരുമാനത്തിന്റെ ഭാഗമായാണോ ആർഎസ്എസുകാരായ പ്രതികളെ രക്ഷിച്ചതെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി BJPയെയല്ല മറിച്ച് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയുമാണ് എപ്പോഴും വിമർശിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.